രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയില്ല, അദ്ദേഹം അറസ്റ്റിലാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്നത് ഈ അറസ്റ്റ് നിയമപരമാണ് എന്ന് പറയുന്നു. കൺസെൻ്റ് ഇല്ലാതെയാണ് ഈ സ്ത്രീയെ, അതിജീവിതയെ ഇയാൾ പീഡിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പം ഇനി എന്താണ് രാഹുലിൻ്റെ മുമ്പോട്ടുള്ള വഴി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യം. അതായത് ഈ ക്ലബ് 7 ഹോട്ടൽ ഉണ്ടല്ലോ, ഈ ഹോട്ടലിൽ ആ സ്ത്രീയെ 15 മിനിറ്റ് അവിടെ ഇരുത്തിയതിന് ശേഷം പെട്ടെന്ന് രാഹുൽ വരുന്നു, ഉടനെ അങ്ങ് റേപ്പ് ചെയ്യുന്നു. ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് കൺസെൻറ്റ് വാങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉഭയസമ്മത പ്രകാരമാണ് ഈ റേപ്പ് നടന്നത് എന്നിനി പ്രൂവ് ചെയ്യണമെങ്കിൽ ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽ എവിഡൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെ കൊടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ ഗൗതം പറഞ്ഞതിൽ ഉഭയസമ്മത പ്രകാരം എങ്ങനെയാണ് റേപ്പ് നടക്കുക? എൻ്റെ ഒരു സംശയമാണത്. ഉഭയസമ്മത പ്രകാരമാണ് റേപ്പ് നടന്നത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? റേപ്പ് അല്ല, ഉഭയസമ്മത പ്രകാരം ലൈംഗിക ബന്ധം. ഓക്കെ. പക്ഷെ ഇതിലിപ്പോ അറസ്റ്റ് നടന്നത് ലീഗലല്ല, ഇല്ലീഗലാണ്. അതുകൊണ്ട് ഈ കേസ് തള്ളിപ്പോകുന്ന നമ്മൾ ഇന്നലെ വരെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ കോടതി തന്നെ പറയുന്ന ഒരു കാര്യം, ഈ പറയുന്ന മിഹിർ രാജേഷ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര, അങ്ങനെ ഒരു കേസിന്റെ കാര്യം ഉദ്ധരിച്ചുകൊണ്ടാണ് കോടതി ഇതിനെ ന്യായീകരിക്കുന്നത്. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് പാലിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള കേസുകളിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് നേരത്തെ കൊടുക്കണം എന്നില്ല. റിട്ടേൺ അറസ്റ്റ് ചെയ്തതിന് 3 മണിക്കൂറിനുള്ളിൽ കൊടുത്താൽ മതി എന്നുള്ളത്. ഈ 3 മണിക്കൂറിനുള്ളിൽ കൊടുത്തോ എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ ഇത്രയും വലിയൊരു സീരിയസ് ഇഷ്യൂ രാഹുൽ ചെയ്തത്, റേപ്പ് ഒരിക്കലും റേപ്പ് സീരിയസ് ഇഷ്യൂ അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ രാഹുൽ വിഷയം ഇത്രയും ദിവസം ചർച്ച ചെയ്ത് നമ്മൾക്കറിയാം ഈ വിഷയത്തിൻ്റെ സീരിയസ്നെസ്സും ഇത് എത്രത്തോളം രാഷ്ട്രീയ പ്രേരിതമാണെന്നുള്ളതുമൊക്കെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ റേപ്പ് സീരിയസ് ആണോ എന്നുള്ള ചോദ്യത്തിനപ്പുറത്തേക്ക് രാഹുൽ വിഷയത്തിലെ സീരിയസ്നെസ് എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു, ആഹാരം കഴിക്കുന്നവർക്കൊക്കെ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം, ഒരാളെ കൊന്നിട്ട് ഒരാളെ അബ്സ്കൗണ്ടിങ് ആവുക എന്നല്ലല്ലോ ചെയ്തിട്ടുള്ളത്. ഇയാൾ പാലക്കാട് ആ ദിവസങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് നോട്ടീസ് കൊടുക്കാതെ പാതിരാത്രിയിൽ ചെന്ന് 12:30 മണിക്ക് ചെന്ന് ഒരു ഹോട്ടൽ റൂമിൽ നിന്നും പിടിച്ചുകൊണ്ട് വരാൻ പാകത്തിന് അത്രയും വലിയൊരു കൊടും ക്രിമിനലായിരുന്നു രാഹുൽ. ഒരു MLA ആയിട്ടുള്ള ഒരാൾ, എതിർവാദം, രാഹുലിനെ എതിർക്കുന്നവർ പറയുന്ന വാദം, MLA ആയിരുന്ന ഒരാളാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. അതൊന്നാമത്തെ കാര്യം ശരിയല്ലാത്തൊരു കാര്യമാണ്. 1, 2 അല്ല 3 ഇനിയും പലതും പുറത്തു വരും എന്ന് കേൾക്കുന്നു. പോക്സോ കേസ് അടക്കം രാഹുലിനെതിരെ വരുന്നൊക്കെ പലരും പറയുന്നുണ്ട്. പലർക്കും അത്തരത്തിൽ പേഴ്സണലായിട്ട് അറിയാം പല വിഷയങ്ങളും എന്ന്. അപ്പം അങ്ങനെ ഒരു സ്വഭാവമുള്ള ഒരാൾ MLA ആയി ഇരിക്കാൻ യോഗ്യനാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചോദ്യം അവരുന്നയിക്കുന്നത്. രാഹുൽ MLA ആയിരിക്കാൻ യോഗ്യനാണോ അല്ലേ എന്നുള്ളത് നമ്മുടെ ചർച്ചയിൽ നമ്മൾ എവിടെയും രാഹുലിനെ അന്ധമായിട്ട് ന്യായീകരിക്കുന്നില്ല നമ്മളൊരിടത്തും. രാഹുൽ ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അയാൾ ചെയ്തത് തെറ്റാണ് എന്നുണ്ടെങ്കിൽ എന്നുള്ള ചോദ്യം വരുന്നത് തന്നെ ഇത് ഇവിടെ തെറ്റാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത് അവിടെ ഉഭയസമ്മത പ്രകാരം നടന്നൊരു കാര്യമാണോ ഇതെന്നുള്ളതിലാണ്. അല്ല, ആദ്യ അതിജീവിതയോട് അപ്പോൾ രാഹുൽ ചെയ്തത് തെറ്റല്ലേ? ആദ്യ അതിജീവിതയോട് ഇത് എങ്ങനെ തെറ്റാവുന്നത്? ഇതൊരു വിശ്വാസവഞ്ചനയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു റേപ്പ് എന്ന് പറയുന്ന ഒരു മാനം ഇതിനെ കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ, വെറുതെ ഞാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് എനിക്ക് ആ സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ മാത്രം ഞാൻ അതായത് എനിക്ക് അവരോട് ജീവിക്കണമെന്നോ അവരെ കല്യാണം കഴിക്കണമെന്നോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് വെറും ആഗ്രഹം, രാഹുൽ മാങ്കൂട്ടത്തിന് വെറും ആഗ്രഹം ആ പെൺകുട്ടിയുമായി കുറച്ച് നാൾ ഇടപെട്ട് അവളെ ലൈംഗികപരമായി യൂസ് ചെയ്തതിന് ശേഷം അവളെ അവോയ്ഡ് ചെയ്യുക. ഈ ഒരു ഉദ്ദേശത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സപ്പോസ് ഇടപെട്ടതെന്ന് വിചാരിക്കുക. അയാൾ ചെയ്തത് തെറ്റാണ്. അയാൾ ചെയ്തത് തെറ്റാണ്, പക്ഷെ അതിനെ റേപ്പ് ആക്കരുതെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അയാൾ ചെയ്തത് വിശ്വാസവഞ്ചനയാണ്. അല്ലാതെ ആ പെൺകുട്ടിയുമായിട്ട് ഇങ്ങനെ ആവണം എന്ന് വിചാരിച്ചിട്ട് ആ പെൺകുട്ടിയുടെ അടുത്ത് പോയിട്ട് അവളെ ബലപ്പെടുത്തി കീഴ്പ്പെടുത്തുകയൊന്നും അല്ലല്ലോ ചെയ്തത്. കല്യാണം കഴിക്കാമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ട് അതിനെ പറ്റിച്ചു. അതിനെ വിശ്വാസത്തിലെടുത്ത് അതിനെ പറ്റിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഇതിപ്പോ റേപ്പ് അല്ലാതിരിക്കണമെങ്കിൽ ഇപ്പൊ ഈ ക്ലബ് 7 ഹോട്ടലിൽ 2024 സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഏപ്രിലാണ്. അന്ന് ഇത് റേപ്പ് ആണെന്നാണ് ഈ അതിജീവിത പറയുന്നത്. ഇത് റേപ്പ് അല്ലാതായിരിക്കണമെങ്കിൽ എന്ത് വേണം? അതായത് ഈ ഹോട്ടലിൽ താൻ വരുന്നത് ലൈംഗികപരമായിട്ട് ഇടപെടാനാണ് എന്നുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചറിവ് ആ പെൺകുട്ടിക്ക് ഉണ്ടാവണം. രാഹുൽ ഇത്തരത്തിൽ ഞാനും രാഹുലുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവാണെന്നുള്ള ധാരണ ആ കുട്ടിക്ക് ഉണ്ടാവണം.
ഇതൊന്നുമില്ലാതെ സഡൻ ആയിട്ട് ഒരാൾ വരുന്നു, ഇവരെ ഉപദ്രവിക്കുന്നു, അത് ഉപദ്രവിക്കുന്നു, rape പോകുന്നു, അത് റേപ്പാണ്. പക്ഷെ ഞാൻ അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ഇത്തരത്തിൽ റേപ്പ് ചെയ്ത ഒരാളുടെ കൂടെ പിന്നീടും അയാൾക്ക് വേണ്ടിയിട്ട് വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ കാനഡയിലേക്ക് വരെ കൊണ്ടുപോയി അദ്ദേഹത്തിനുള്ള എല്ലാ ചെലവുകളും വഹിച്ച് അദ്ദേഹത്തിന് ഫ്ലാറ്റ് വാങ്ങാൻ വരെ കാശ് കൊടുത്ത് അങ്ങനെ എന്നെ ഉപദ്രവിച്ച ഒരാളെ ഞാൻ ഇതുപോലെ ട്രീറ്റ് ചെയ്യുമോ? അങ്ങനെ ട്രീറ്റ് ചെയ്യുന്നവരുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് ഇങ്ങനെയുള്ള അത്തരത്തിൽ ട്രീറ്റ് ചെയ്യുന്ന പെൺകുട്ടികൾ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ ഈ ഇതുപോലെയുള്ള മാരിറ്റൽ റേപ്പുകളും അല്ലെങ്കിൽ ഈ വയലന്റ് ഈ സെക്സും ഒക്കെ ആസ്വദിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ട് എന്നാണ് അപ്പോൾ ഗൗതം പറഞ്ഞു വരുന്നത്. ചിലപ്പോൾ ഉണ്ടാകാം, പക്ഷെ ഈ അതിജീവിത അത്തരക്കാരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെയുള്ള ആളാണ് എന്ന് പറയുന്നത് അതിജീവിതയെ അപമാനിക്കലാവും നമ്മൾ. പക്ഷെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ അതിജീവിത മാന്യായ അല്ലെങ്കിൽ നല്ലൊരു വ്യക്തിയാണ്, അവരെ റേപ്പ് ചെയ്ത ഒരാളെ അവർ പിന്നെയും ഇതുപോലെ അയാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കരയൂ? ശരിക്കും റേപ്പ് ചെയ്ത ആളെ വേണമെന്ന് പറയൂ? അല്ല, അവര് കരയും. അവര് പറഞ്ഞിട്ടുണ്ടല്ലോ, അവര് കഴിഞ്ഞ ദിവസം എന്താ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്ന് പറഞ്ഞത്, അവര് പറഞ്ഞു എനിക്ക് രാഹുലിനോട് അതിഭയങ്കരമായ ട്രോമാ ബോണ്ടിങ് ആണ് എന്നാണ് പറഞ്ഞത്. അതിഭയങ്കരമായ ട്രോമാ ബോണ്ടിങ് ആണ് റേപ്പ് ചെയ്ത ആളോട് എന്നാണ് ഇവര് പറഞ്ഞത്, അതിജീവിത പറഞ്ഞത്. ആ ട്രോമാ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ മനസ്സിലാക്കിയത് ട്രോമാ ബോണ്ടിങ് എന്ന് പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്ന, ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സാഡിസ്റ്റ് സ്വഭാവമുള്ള ഒരാളോട് പോലും നിങ്ങൾക്ക് അനുരാഗം, പ്രണയം തോന്നുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതൊക്കെ പണ്ടത്തെ നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ ഭർത്താവിന്റെ കാല് തടകി കൊടുക്കുന്ന സീതാദേവി, രാമൻ സീത, അത്തരം ബന്ധങ്ങളിലൊക്കെ മാത്രം കാണുന്നത് പോലെയുള്ളൊരു അതിജീവിതയാണോ ഇവരെന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഒരാൾ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, അതും സെക്ഷലി ഉപദ്രവിക്കുന്ന ഒരാളോട് പിന്നീട് സ്നേഹം തോന്നുന്നത് അത് ഏത് വികാരമാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, മനുഷ്യന്മാർ പല വിധത്തിലാണ്, ചിലപ്പോൾ ഉണ്ടാവാം അങ്ങനെ ഉപദ്രവിച്ചുകൊണ്ട്. അതും ഇവർ പറയുന്ന റേപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ഒരു സംഭവമായിട്ടല്ല അവരത് പറയുന്നത്. മുഖത്ത് തുപ്പി ഉപദ്രവിച്ചു, കഴുത്തിന് കുത്തിപ്പിടിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരല്ലേ പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുന്ന പെണ്ണുങ്ങളും ഉണ്ട് എന്നുണ്ടെങ്കിൽ, പിന്നെ ഈ പറയുന്നത് പോലെ ഇത്തരത്തിൽ ഇഷ്ടമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാഹുലിനെ ജയിലിലേക്ക് അയക്കാനായിട്ട് അവർ തയ്യാറാവുമായിരുന്നോ? രാഹുലിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും, രാഹുലിനെ വേണം എന്ന് വാശി പിടിച്ച് കരയുന്ന രാഹുലിനോട് ഇതുപോലെ ഭ്രാന്തമായ സ്നേഹമുള്ളൊരു പെണ്ണ് രാഹുലിനെ ജയിലിലേക്ക് വിടാൻ തയ്യാറാവുമോ? രാഹുൽ അവോയ്ഡ് ചെയ്തതാണെങ്കിൽ അപ്പൊ രാഹുൽ അവോയ്ഡ് ചെയ്തപ്പോൾ മാത്രം രാഹുലിനോട് ദേഷ്യം തോന്നണമെന്നുണ്ടെങ്കിൽ അത് പകയല്ലേ? രാഹുൽ അവോയ്ഡ് ചെയ്യാണ്ട് ചേർത്ത് പിടിച്ചിരുന്നെങ്കിലോ അപ്പൊ അത് പീഡനാവില്ലായിരുന്നു. അല്ല, രാഹുൽ അവോയ്ഡ് ചെയ്തില്ല, അന്നത്തെ ബലാത്സംഗം കഴിഞ്ഞിട്ട്. ഞാൻ പറയാം, ഐശ്വര്യ പറഞ്ഞു വരുന്നത്, അതായത് രാഹുൽ ഇവരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അയാൾക്ക് വേണ്ടതൊക്കെ അയാൾ നേടി. അതെ. പിന്നീട് ആ സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ തീർച്ചയായിട്ടും അയാളോട് ഉണ്ടാവും, അതുണ്ടാകുന്നു. ഇയാളെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യമുണ്ട്. രാഹുലിനെ ആ രീതിയിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പം രാഹുൽ ഫോൺ എടുക്കുന്നില്ല, മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നില്ല, തുടങ്ങിയ സ്റ്റേജസിലൂടെ ഇവർ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവരുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം വരില്ലേ? വരും. അത് വൈരാഗ്യം വരും, പകയാണ്. അവരെ പറ്റിച്ചു, അവൻ ചെയ്തത് ഭയങ്കര ചീറ്റിംഗ് ആണ്, പറ്റിച്ചു, സ്നേഹിച്ച പെണ്ണിനെ പറ്റിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു. പക്ഷെ അതെങ്ങനെ റേപ്പാകും? ബലാത്സംഗമാകുന്നത് എങ്ങനെയാണതപ്പോ? ബലാത്സംഗം ചെയ്ത ഒരാളോട് പ്രണയമാണെന്ന് ഇവർ പറയുന്നു. ബലാത്സംഗം ചെയ്തയാൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഭ്രാന്തമായ പ്രണയമാണെന്ന് ഇവർ പറയുന്നു. അങ്ങനെ ഭ്രാന്തമായി പ്രണയിക്കുന്ന ഒരാൾ അവരെ എക്കാലവും ചേർത്ത് പിടിച്ചിരുന്നു എങ്കിൽ അവർക്ക് പ്രശ്നമുണ്ടാവില്ലായിരുന്നു. പക്ഷെ അയാൾക്ക് തന്നെ പോലെ വേറെ പലരും ഉണ്ട് എന്നറിയുമ്പോൾ, അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾ ഇയാൾക്ക് ഉണ്ട് എന്നറിയുമ്പോൾ ഒരു പെണ്ണിന് സ്വാഭാവികമായും വരുന്ന ഒരു പകയല്ലേ ശരിക്കും ഇവിടെ നടക്കുന്നത്? അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, രാഹുലിന് ഒരു കാര്യത്തിലും ഞാൻ ന്യായീകരിക്കുന്നുമില്ല. രാഹുൽ ചെയ്തത് ചെറ്റത്തരം എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ അതിന് പീഡനം, ഇത് ബ്രേക്കപ്പ് ആണ്. ബ്രേക്കപ്പ് റേപ്പ് ആയതാണ്. അല്ല, ഇവിടെ റേപ്പ് ആകാം, തീർച്ചയായിട്ടും ഇത് ബലാത്സംഗമാകാം. ഈ സ്ത്രീ ക്ലബ് 7 ഹോട്ടൽ മുറിയിൽ വന്നത് ഇത്തരത്തിൽ ലൈംഗികപരമായിട്ട് രാഹുലുമായി ഇടപെടാനല്ല, മറ്റെന്തോ ഉദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരുന്നതെങ്കിൽ, ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് അവർ ആ ബെഡ്റൂമിൽ ഇരുന്നതെങ്കിൽ, പെട്ടെന്ന് സഡനായിട്ട് ഒരാൾ വന്നിട്ട് ഇത്തരത്തിൽ ഉപദ്രവിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും ബലാത്സംഗമായിട്ട് മാറിത്തീരാം. ബലാത്സംഗം തന്നെയാണ്, അത് യാതൊരു സംശയവുമില്ല. പക്ഷേ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള മൊമെൻറ്റുകളിൽ ഇവരെങ്ങനെയാണ് രാഹുലിനോട് ഇടപെട്ടത്,
ഇവർ കൂളായിരുന്നോ രാഹുലിനോട്, ഫ്രണ്ട്ലി ആയിട്ടായിരുന്നോ ഇടപെട്ടത്, അല്ലെങ്കിൽ ഇവരുടെ റിയാക്ഷൻ എന്തായിരുന്നു, ഇവരെങ്ങനെയാണ് ആ ഹോട്ടലിൽ നിന്ന് തിരിച്ച് ഇറങ്ങി പോകുന്നത്, ഇതൊക്കെ പരിശോധന വിധേയമാക്കേണ്ട കാര്യമുണ്ട്. അതൊന്നും നമുക്കറിയില്ല. പക്ഷേ ഈ അതേ വിഷയത്തിൽ ഗൗതം, നമുക്കറിയില്ലാത്ത കാര്യമാണ്. പക്ഷേ ഓരോരുത്തരുടെയും മാനസികാവസ്ഥ പലതാണ്. റേപ്പ് ചെയ്ത ഒരാളോട് ഇപ്പോൾ പണ്ടത്തെ ഈ ചാരിത്ര ശുദ്ധി പോയി, അപ്പോൾ എന്നെ ഇനി ആള് തൊട്ടയാളെ എനിക്ക് വേറൊരാളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത ഇല്ല എന്നൊക്കെ ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴും ഉണ്ടാവാം. പക്ഷേ കമല സുരയ്യ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്തൊരുത്തൻ നമ്മളെ റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെറ്റോൾ ഇട്ട് കഴുകിയാൽ പോകും എന്ന് വിശ്വസിക്കുന്ന അങ്ങനത്തെ ആ ഒരു തരത്തിലേക്ക് വളരുന്ന സ്ത്രീകളുള്ള സമൂഹമാണ് ഇപ്പോഴത്തേത്. അപ്പോൾ ഒരുത്തൻ തൊട്ടു, ഇനി അവൻ മാത്രമേ നമ്മളെ കല്യാണം കഴിക്കാനുള്ള അവകാശം ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടമില്ലാതെ തൊട്ടവനെ അല്ല, ഇഷ്ടമില്ലാതെ തൊട്ടവനെ തലയിൽ വെച്ചോണ്ട് നടക്കേണ്ട ഗതികേടൊന്നും ഒരു പെണ്ണിനും ഇവിടെ ഇല്ല. പിന്നെ ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവളുടെ മാനസികാവസ്ഥയാണ്. ആ കുട്ടിയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. ഇഷ്ടമില്ലാത്ത ഒരു ആള് ദേഹത്ത് തൊട്ടപ്പോ അയാളെ തലയിലെടുത്ത് വെക്കേണ്ട ഗതികേടൊന്നും ഒരു പെണ്ണിനും ഇല്ല, ഒരിക്കലും ഇല്ല. എന്റെ ഇഷ്ടത്തോടെ എന്നെ അതിക്രമിച്ച്, അപ്പൊ അതിജീവിതയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്നാണോ പറയുന്നത്? അതിജീവിതയുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണെന്നേ പറഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, തന്നെ ഉപദ്രവിച്ച, തന്റെ ദേഹത്ത് വല്ലാത്ത രീതിയിലുള്ള ഇത് ചെയ്ത ഒരാളെ ഇവര് വീണ്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കണോ? തെറ്റായിട്ട് വ്യാഖ്യാനിക്കല്ല. എൻ്റെ സമ്മതമില്ലാതെ, എനിക്ക് യാതൊരു താല്പര്യവും ഇല്ലാതെ, എനിക്ക് ഇഷ്ടമില്ലാണ്ട് ബലമായിട്ട് എന്നെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയ ഒരാളെ അയാളെ തന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പിന്നാലെ ചെല്ലില്ല. അയാൾ എന്നെ ഇങ്ങനെ ആക്രമിച്ചു എന്നുള്ളത് കൊണ്ട് അയാളോട് ചിലപ്പോൾ പകരം വീട്ടിയേക്കാം ഞാൻ, അല്ലെങ്കിൽ അയാൾക്ക് ആ സമയത്ത് തന്നെ കേസ് കൊടുത്തേക്കാം. അല്ലാതെ അയാളെ എന്തായാലും അയാൾ എന്നെ തൊട്ടില്ല, അയാളെ മാത്രമേ ഇനി എന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാളെ സ്നേഹിക്കേണ്ട ഗതികേടിലേക്ക് പെണ്ണുങ്ങൾ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവന്തിക അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇവിടെ ആരും ചർച്ച ചെയ്യാത്തൊരു കാര്യമാണ്. അവന്തിക ഇതിനിടയിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മാധ്യമങ്ങൾക്ക് മുമ്പാകെ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി. ടെലിഗ്രാമിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മെസ്സേജ് അയച്ചു, നമുക്ക് ഹൈദരാബാദ് പോകാം, എനിക്ക് നിന്നെ റേപ്പ് ചെയ്യുന്നത് പോലെ നിന്നോട് സെക്സ് ചെയ്യണം എന്നാണ് രാഹുൽ മെസ്സേജ് അയച്ചത് എന്നുള്ളതാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു റേപ്പ് ഫാന്റസി ഉള്ള ഒരാളാണോ നമുക്കുള്ള ചോദ്യം തീർച്ചയായിട്ടും ചോദിക്കാം. അങ്ങനെയുള്ള ആളുകളും ഉണ്ടല്ലോ, ഉറപ്പായിട്ടും ആയിരിക്കാം, അല്ലായിരിക്കാം, ആയിരിക്കാം, നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. അവന്തികയോട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ അതിജീവിതയോടും ക്ലബ് 7 ഹോട്ടലിൽ എത്തുന്നതിന് മുമ്പ് രാഹുൽ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്ത് മറുപടിയാണ് അതിനവർ നൽകിയത്? ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് ഈ സംഭവത്തിന് മുമ്പുള്ളതോ ഈ സംഭവത്തിന് ശേഷമുണ്ടായ കാര്യമേ അറിയില്ല. നമ്മുടെ മുമ്പിൽ ക്ലബ് 7 ഹോട്ടലും ആ റൂമും അവിടെ നടന്ന സംഭവം മാത്രമേ ഉള്ളൂ. അതാണ് ഈ വിഷയത്തെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത്. ഇത് അവന്തികയോട് പറഞ്ഞതാണോ, ഇവരോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, പറഞ്ഞിട്ടില്ല, ഇതൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിയാണ്. തീർച്ചയായിട്ടും അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം ഇതൊരു കേസായിട്ട് വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആവശ്യമുണ്ട്. ഇതിപ്പോ കോടതിയിൽ അതിജീവിതയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു സാധനം ഒരു സ്റ്റേജിലേക്ക് എത്തിച്ചേരുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അവിടെ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതൊരു ബലാത്സംഗമാണോ എന്ന് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അവന്തികയോട് സംസാരിച്ച കാര്യം അതേപോലെ ഈ അതിജീവിതയോട് രാഹുൽ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവര് യെസ് ആണ് പറയുന്നതെങ്കിൽ അത് ബലാത്സംഗമാകുമോ? ഇല്ല, ആവില്ല. അത് യെസ് ആണോ നോ ആണോ സംസാരിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി എടുത്ത് പറയണം. ഫെനി നൈനാൻ കുറച്ച് ചാറ്റുകൾ മാത്രമാണ് പുറത്തു വിട്ടിട്ടുള്ളത്. അയാളുടെ കഴിഞ്ഞ ദിവസത്തെ പോസ്റ്റിൽ അയാൾ പറയുന്നുണ്ട് ബാക്കി മുഴുവൻ ചാറ്റുകളും ആദ്യ ദിവസം മുതൽ ഉള്ള, പരിചയപ്പെട്ട ദിവസം മുതലുള്ള മുഴുവൻ ചാറ്റുകളും അഡ്വക്കേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്, അന്വേഷണ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ചാറ്റുകളിൽ ചിലപ്പോൾ ഉണ്ടാവില്ലേ സത്യാവസ്ഥ എന്താണെന്നുള്ളത്? അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ 4 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ അതിജീവിത വന്ന് പറഞ്ഞ ന്യായീകരണം എന്ന് പറഞ്ഞത് എനിക്ക് സെക്ഷൽ ബന്ധത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ 4 മണിക്കൂർ അയാളെ കാണണം എന്ന് പറഞ്ഞത്, സംസാരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ ഇത്രയും ബ്രൂട്ടലി റേപ്പ് ചെയ്ത ഒരാളെ ഒരു 4 മണിക്കൂർ ഒറ്റയ്ക്ക് അയാളുടെ മുന്നിൽ ഇരിക്കാനുള്ള ധൈര്യം പെട്ടെന്ന് പെണ്ണിന്, അല്ലെങ്കിൽ ഡ്രൈവ് പോവാന്ന്, അതെ, അങ്ങനെ ഇരിക്കാനുള്ള ഒരു ധൈര്യം ഒരു പെണ്ണിനും ഉണ്ടാവും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ റേപ്പ് ചെയ്ത ഒരാളെ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ, ഇത്രയും ബ്രൂട്ടലി റേപ്പ് ചെയ്ത ഒരാളെ, ആൾക്കുള്ള ലക്ഷങ്ങൾ വില മതിക്കുന്ന സമ്മാനങ്ങളും കൊടുത്ത് അദ്ദേഹത്തെ വിദേശത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും കണ്ട് ഇപ്പൊ ഇതുപോലെ 4 മണിക്കൂറെങ്കിലും എനിക്ക് വേണമെന്ന് കരഞ്ഞു വിളിച്ച് പറയുന്ന ഒരു അതിജീവിത ഇത് റേപ്പാണ് എന്ന് പറയുമ്പോൾ അവരെ ഞാൻ ഒരു തരത്തിലും അവരെ താത്തിക്കെട്ടി പറയുകയല്ല ചെയ്യുന്നത്. പക്ഷെ ആ റേപ്പിന്
റേപ്പ് ആവുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ഗൗതം. സത്യമായിട്ട് എനിക്കത് മനസ്സിലാവാത്തത്. റേപ്പ് ചെയ്ത ഒരാളെ ഭർത്താവായിട്ട് വേണം എന്ന് വാശി പിടിച്ച് അയാൾ കൂടെ ഇല്ല. രാഹുൽ അവരെ ചേർത്ത് പിടിച്ചിരുന്നു എങ്കിൽ അത് റേപ്പ് ആകുമായിരുന്നില്ല. രാഹുലിന് വേറെ ഒരുപാട് രാഹുൽ മാങ്കൂട്ടത്തിൽമാരുണ്ട് നമുക്ക് ചുറ്റും. അങ്ങനെയുള്ളവന്മാരാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ അവോയ്ഡ് ചെയ്യുക, അവരിൽ നിന്ന് രക്ഷപ്പെട്ടത് അത്രയും നല്ല കാര്യം എന്ന് വിചാരിക്കുന്ന ആൾക്കാരായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ പ്രശ്നക്കാരനാവുന്നത്. അല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫ് കോഴ്സ് പ്രശ്നക്കാരനാണ്, അതെ, അത് നമ്മളൊരു തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ലല്ലോ അപ്പൊ ഇവിടെ പ്രശ്നക്കാരനാവുന്നു എന്നുള്ളതല്ലേ ചോദ്യം. അതെ, നിങ്ങൾ എന്തിന് പോയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവര് പോയത് അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസി കാര്യങ്ങൾ, അതിലേക്കൊന്നും ഞാൻ കടന്നു ചെല്ലുന്നില്ല. പക്ഷെ ആ സമയം വരെ റേപ്പ് അല്ലാതിരുന്ന ഒരു സാധനം ഇയാൾക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രം റേപ്പായി മാറുന്ന സാഹചര്യത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അതുവരെയുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷെ അത്രയും ആ റേപ്പ് ചെയ്തയാൾ എന്നെ ചേർത്ത് പിടിച്ച് എന്നെ ലൈഫ് ലോങ് എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അയാൾക്ക് ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ഇതുപോലെയുണ്ട്. അയാൾ എന്നെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല എന്ന് മനസ്സിലാകുമ്പോൾ അന്ന് നടന്ന റേപ്പിൽ കേസ് കൊടുക്കുക എന്നുള്ളൊരു ആ ഒരു പരിപാടിയോട് എന്തുകൊണ്ടോ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. എനിക്കറിയില്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. തീർച്ചയായിട്ടും എന്തായാലും കോടതിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്നുള്ളതാണ്. ഇനിയിപ്പം ഹയർ കോടതികളാണുള്ളത്, ഉറപ്പായിട്ടും രാജീവ് ഹൈക്കോടതിയിലേക്ക് വന്ന കഴിഞ്ഞ എന്തായാലും ഇത് ഹൈക്കോടതിയിലേക്ക് ഉടൻ പോകാനുള്ള രാജീവ് തന്നെ ആയിരിക്കും സാധ്യതയില്ല. ഇനിയിപ്പോ സെഷൻസ് കോടതിയിൽ പോയി കഴിഞ്ഞിട്ട് ഹൈക്കോടതിയിലേക്ക് പോകുള്ളൂ. കാരണം ഓൾറെഡി ഒരു കേസ് അവിടെ പെൻഡിങ് ആണ്. കഴിഞ്ഞ തവണത്തെ കേസ് കൂടി ഇതിലൊന്ന് പ്രതിപാദിക്കുമ്പോൾ, കഴിഞ്ഞ തവണത്തെ കേസ് സെഷൻസിൽ ഇതുപോലെ ട്രിവാൻഡ്രത്ത് നിന്ന് ബെയിൽ കിട്ടുന്നില്ല, റിപ്പീറ്റഡ്ലി ഇതുപോലെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ബെയിൽ ക്യാൻസൽ ചെയ്യുന്നു. പക്ഷെ ഇതേ സാധനം ഹൈക്കോടതിയിൽ വന്നപ്പോൾ ബെയിൽ കിട്ടുന്നു അയാൾക്ക്. ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടാത്ത സാധനം അതേ തെളിവുകളുമായിട്ട് ഹൈക്കോടതിയിൽ വരുമ്പോൾ ഹൈക്കോടതി ബെയിൽ കൊടുക്കുമ്പോൾ ഒരുപാട് കേസുകൾ അല്ല ഉണ്ട്. പക്ഷെ അതിൽ എഴുതി വെക്കുന്ന ഒരു വാചകം കോട്ട് ചെയ്ത് തന്നെ ഇതിന് മുമ്പിലത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ ജഡ്ജിക്ക് ചില തെറ്റുകൾ പറ്റി എന്നുള്ളതാണ് അതിൽ ആദ്യത്തെ വാചകം എന്നാണ് നിയമവിദഗ്ധർ പറഞ്ഞിട്ടുള്ള ഒരു അറിവ്. അപ്പോൾ ഒരു ജഡ്ജിക്ക് പറ്റിയ തെറ്റിന്റെ പേരിൽ കുറച്ച് നാൾ കൂടി ജയിലിൽ കിടക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ. പക്ഷെ അവിടെയും ജഡ്ജിമാർ, ഈ വിധിന്യായം എഴുതിയ ജഡ്ജിമാർ അവിടെയും പ്രൊട്ടക്റ്റഡ് ആണ്. അവർക്ക് അവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള നിയമങ്ങളും അവരുടെ വ്യവസ്ഥകളും അവിടെയുണ്ട്. പക്ഷെ ഇവിടെ ഹയർ കോർട്ടിൽ വന്നപ്പോൾ ആദ്യത്തെ ജഡ്ജിക്ക് തെറ്റുപറ്റി എന്നുള്ളത് വിധിന്യായത്തിൽ ആദ്യത്തെ വാചകം തന്നെ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഒരാളുടെ ഇനിയും ഈ കേസിലും ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഇൻ കേസ് ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ജഡ്ജിക്ക് തെറ്റുപറ്റിയെന്നോ ആ സെയിം വാചകം അവിടെയും വരും. അപ്പോൾ ഇത് ആർക്കാണ് നഷ്ടം വരുന്നത്? നഷ്ടം തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെയാണ്. അതെന്താണ് സംശയം? അദ്ദേഹം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നാട്ടിലുണ്ടാകരുത്. സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾ രാഹുലിന്റെ വായിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി പാടില്ല. അപ്പൊ അതിനായി കുറച്ച് നാള് രാഹുലിനെ ജയിലിൽ ഇടുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ ബുദ്ധി അവിടെ ഇല്ലാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും നിഷ്കളങ്കമായിട്ട് ഈ വിഷയത്തെ കാണാൻ പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരണം എന്നുള്ള യാതൊരുവിധ താല്പര്യങ്ങളും ഇപ്പോൾ വെച്ച് വളർത്തുന്നില്ല ഞാനും. രാഹുലിനെ പോലെ ഒരാള്, ഒരു സൈക്കോപാത്ത് ആയിട്ടുള്ള ഒരാൾ നമ്മളെ ജനപ്രതിനിധിയായിട്ട് വരുന്നതിനോട് ഇപ്പൊ താല്പര്യമില്ല. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നൊരിക്കലും പറയൂല. പക്ഷെ ഈ വിഷയത്തിൽ രാഹുലിനെ കംപ്ലീറ്റ് ആയിട്ട് രാഹുൽ മാത്രമാണ് തെറ്റുകാരൻ എന്ന് പറയാനും പറ്റില്ല. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്.